ഒരാൾ മദീനയിലേക്ക് ചെന്നാൽ അയാൾ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക അന്നബിയിൽ അമീൻ തുടങ്ങിയുള്ള സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയണം, അല്ലാഹുമ്മ ഇന്നക ഖുൽത വഖൗലുകൽ ഹഖ്. അല്ലാഹുവേ, നീ പറഞ്ഞ നിന്റെ വാചകം സത്യമാണ്. എന്തേ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഖുർആൻ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്താണ്. എന്തേ ആയത്തിന്റെ സാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് ഓതേണ്ടതാണ്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവരവരുടെ നഫ്സുകളോട് അക്രമം ചെയ്താൽ അഥവാ പാപം ചെയ്താൽ, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അവര് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പൊറുക്കലിനെ തേടിയാൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി റസൂലുള്ളാഹ് അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്നാൽ അല്ലാഹുവിനെ ഏറെ തൗബ സ്വീകരിക്കുന്നവനായും കാരുണ്യവാനായും അവരെ എത്തിക്കുന്നതാണ്. അഥവാ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴിയാണ്. അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅനാ ഖൗലക, പടച്ചവനെ നിന്റെ വാചകം ഞങ്ങൾ കേട്ടിരിക്കുകയാണ്. വഅതഅനാ അംറക, നിന്റെ കൽപ്പന ഞങ്ങൾ അനുസരിക്കുകയാണ്. വഖസദ്നാ നബിയക ഹാദാ, ഈ കിടക്കുന്ന ഹബീബായ നബിയെ ഞങ്ങൾ ലക്ഷ്യം വെച്ച് വന്നതാണ്. മുസ്തഗീസീൻ ബിഹി ഇലൈക മിൻ ദുനൂബിനാ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ പാപമോചനം തേടി സഹായം തേടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നതാണ്. അല്ലാഹുമ്മ ഫതുബ് അലൈനാ, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് തൗബ തരണേ. വാസ്ഇദ്നാ ബിസിയാറതിഹി, ഹബീബായ നബി തങ്ങളെ സിയാറത്ത് ചെയ്യൽ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമേ. വാദ്ഖിൽനാ ഫീ സുംറതിഹി, ഹബീബായ നബി തങ്ങളുടെ സംഘത്തിൽ ഞങ്ങളെ ചേർക്കണമേ. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മദ്ഹ്, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ, ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. www.youtube.com ഇല്യാസ് മുണ്ടംപറമ്പ.